ഞാനിവിടെ താലി ബ്രോസ് കൂടെ വെള്ളത്തിൽ ജമ്പ് ചെയ്ത് കളിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തത് ആ കാണുന്ന പ്ലേസ് ആണ്. താലി ബ്രോസിന്റെ ഒരു ഹിഡനോട്ട് പ്ലേസ് ആണ്. ഭക്ഷണങ്ങൾ വന്നിട്ടുണ്ട്, നല്ല വിശപ്പുള്ള ഒരു സംഭവമുണ്ട്. സായി പോവാണ്. സായി ഞാൻ സോളോ എക്സ്പെഡീഷൻ ഉണ്ട്. സായി എൻജോയ് യുവർ സോളോ എക്സ്പെഡീഷൻ. ഓക്കെ, ഇവിടെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം കിടന്നത്. രസമുണ്ട്. Assalamualaikum. Sange jude. Kaida. This. Uber. Huh? Uber? This? Uber jauh pasti sana. Allah. Uber jauh pasti sana. Oh, that insha. Oh. पानी है। Eh? हाँ। पीना चाहे? पाक है। हाँ। पानी है। Just stop recording. Awbazi. हाँ मतलब बाधा बिरुन बरे rumah Fatih. Tapi lau पानी ना. Ah, okay. पानी ना awbazi ke. Ah, okay. Birun bisa bawa पानी bawa bina पानी. Okay. എല്ലാവർക്കും നമസ്കാരം. ദാ ഇവിടെ രാവിലെ ഇവിടെ നിന്ന് ഞാൻ പല്ലിയിച്ച് റെഡിയാവാൻ വേണ്ടി പോവാണ്. ഞാൻ പുറകിൽ കാണുന്ന കോട്ടയം എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഒരു പാലസാണ്. 1850 കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു പാലസാണ്. ഇവിടെ പണ്ട് രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് താലിബാൻ അധികാരമേറ്റപ്പോൾ ഈ പാലസ് അവർ ഏറ്റെടുത്തു. അവരുടെ മിലിറ്റൻസിൻ്റെ, അവരുടെ താലിബ്രോസിൻ്റെ സ്ഥലമായിട്ട് മാറി. അവരുടെ ഒരു മിലിറ്ററി പ്ലേസ് ആണ് കേട്ടോ. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ താലിബാൻ്റെ അടുത്ത് ഒരു ചെറുക്കം പുല്ല് പറിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഇതാണ് കേട്ടോ ഇവരുടെ സ്ഥലം. ഇവിടെ നമ്മളെ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഞാനിതാണ്ട് ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഇവിടെ പുള്ളിക്കാരനൊക്കെ രാവിലെ തൊട്ട് ജോഗിങ് ആണ് കേട്ടോ. ജോഗിങ്ങിന് ശേഷം ഓടി വന്നിരിക്കുക. അസ്സലാമലൈക്കും. ഞാനെങ്ങനെ ചാടാൻ വേണ്ടി പോവാണ്. ഓക്കെ. അല്ലാ, തണുപ്പ് പേടിയാവുന്നു. ഇറങ്ങോട്ടെ, ഞാൻ ചാടിയോട്ടെ പയ്യ. കൊണ്ട് നല്ലതാണ്. പൊങ്ങി കിടക്കുന്നത് കേട്ടോ. ഈ ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് ബാക്കിൽ കണ്ടില്ലേ പൊങ്ങി കിടക്കുന്നത്.
Sai, how was your camping yesterday? How was your sleep? Why? Lot of wind. ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള കുറച്ച് ബ്രെഡും ചട്ടങ്ങി ഇരിക്കുകയാണ്. ഓ, ബ്രെഡിൻ്റെ കട്ടി. They had me one Mexican go to Instagram, maybe like in the last days of Turkmenistan. Add me one Mexican boy to Instagram that he പോകാൻ വേണ്ടി റെഡിയാവാണ്. ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ ടോപ്പ് പ്ലേസ്. ഇവിടെയാണ് നമ്മുടെ മലനിരകൾ. എന്ത് രസമുള്ള മല, അടിപൊളിയാട്ടോ. പാലസ്, നമ്മുടെ പാലസാണ് കേട്ടോ. അണ്ടർഗ്രൗണ്ട് അതൊക്കെ കാണിച്ചു തരുക. look, it's really big. മാഷാ അല്ലാഹ്. പഴയ 150 വർഷമുള്ള പഴക്കമുള്ള പാലസ്. ഇവിടെ താഴോട്ട് അണ്ടർഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ അവരുടെ റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ, താമസിക്കുന്ന സ്ഥലങ്ങൾ. മാഷാ അല്ലാഹ്. Qué bonito. നമുക്ക് നടന്ന് കാണാനുള്ള പെർമിഷൻ തന്നു. ഇതിൻ്റെ അകത്തൊക്കെ എന്താ ഉണ്ടല്ലോ. ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ പഴയ പാലസ്. കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. സ്കേറി പ്ലേസ്. എൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ട്രാൻസ്ലേറ്റ് വെച്ച് ചോദിക്കുകയാണ്. വിളിക്കാനുണ്ടോ? യുവർ ഫ്രണ്ട് മെക്സിക്കോ. ഇവിടെ ഇൻ്റർവ്യൂ ചോദിക്കുകയാണ് കേട്ടോ കുറേ. ഞാനിവിടെ എൻ്റെ ഫോണ് ചാർജ് വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് അവരുടെ ഒരു റൂമിൽ. സായി അപ്പുറത്തെന്തോ ഇരിക്കുകയാണ്. നമ്മളെ ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്ന ആളുകൾ വന്നിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് കേട്ടോ പറയുന്നത്. അവിടെ കട്ടിൽ കിടക്കുന്നത്. ഇറ്റ്സ് ബീൻ എ വൈൽ സിൻസ് ദേ കെയിം ഹിയർ. നീ 2 days. ഉസ്ബെക്കിസ്ഥാൻ ഹൈറത്താൻ മസാർ. നമ്മുടെ M4 ആണ് കേട്ടോ. ഇതിൽ സ്കോപ്പൊക്കെ ഉണ്ടല്ലോ. ഇത് നല്ല സ്കോപ്പാണല്ലോ. 8Xൻ്റെ എന്തോ സ്കോപ്പ്, നല്ല സാധനം കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. ഇത് കാണുന്ന പോലെ അല്ല. സായി റൂമിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ സായി വന്നുകൊണ്ട് അവരെല്ലാവരും പോയി കേട്ടോ. അവരെല്ലാവരും എന്തോ പോയി പുറത്തൊക്കെ ഇരിക്കുമെന്ന്. അവിടെ എനിക്ക് ഇവരുടെ മുജാഹിദിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു തരുവാണ് കേട്ടോ. നഷീർ ഉസ്താദ് യാസിറിൻ്റെ ഇതൊക്കെ കാണിച്ചു തരാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ സുഹൃത്തിൻ്റെ ഫാദർ. ഈ പുള്ളിക്കാരനെയാണ് നമ്മുടെ പാകിസ്ഥാൻ തട്ടിക്കൊണ്ടുപോയി. 2007 തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ലാസ്റ്റ് ഇറ്റാലിയൻ ജേർണലിസ്റ്റിനെ വെച്ചിട്ട് അവർ റാൻസം ചെയ്തപ്പോൾ ഇറ്റാലിയൻ ജേർണലിസ്റ്റിനെ താലിബാൻ വിട്ടുകൊടുത്തു. അതുകൊണ്ട് ഈ പുള്ളിയെ അദ്ദേഹത്തിനെ വിട്ടു പാകിസ്ഥാൻ ISI വിട്ടുകൊടുത്തു. പിന്നീട് ഇവൻ 2009-ലോ 2008-ലോ ഖത്തറിലോട്ട് ഫ്ലൈറ്റ് കയറി അമേരിക്കയുമായിട്ടുള്ള ഒരു സമാധാന കരാറിന് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പാകിസ്ഥാൻ ISI വന്ന് വീണ്ടും പിടിച്ചിട്ട് 2012 ആയപ്പോൾ പാകിസ്ഥാൻ കൊന്നു കളഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവർക്ക് ബോഡിയൊന്നും കൊടുത്തില്ല. അപ്പോൾ ഇവരുടെ വൺ ഓഫ് ദ ടോപ്പ് ലീഡറാണ് കേട്ടോ ഉസ്താദ് യാസിർ. അപ്പോൾ ഇവർക്കെന്ന് പറയുമ്പോൾ ഭയങ്കര ഹീറോയാണ് ഉസ്താദ് യാസിർ എന്ന് പറയുന്നത്. അവരുടെയൊക്കെ വീഡിയോസൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ ഉസ്താദ് യാസിറിൻ്റെ ഇങ്ങനത്തെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ. ഞാനിവർക്ക് എൻ്റെ യാത്രാ ചിത്രങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കുവാണ്. ഇവിടെ അവർ ബ്രെഡ് എന്തൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നല്ലോ. വെള്ളം, നമ്മുടെ വെജിറ്റബിള്, ബ്രിഞ്ചാള്, മുന്തിരി, ഇവിടെ നമ്മുടെ മുന്തിരിയിലൊക്കെ ഐസ് ഇടുവാണ് കേട്ടോ. മുന്തിരി തണുപ്പിക്കുക ഇവർ. പുള്ളിക്കാരൻ നല്ലപോലെ ഹിന്ദി അറിയാം കേട്ടോ. അപ് കൈസ ഹിന്ദി പഠായ?
मैंने 22 से सीखा, अपने 22 से. അപ്പോൾ അച്ഛാ से हिंदी बात कर रहा है. പുള്ളിക്കാരൻ നല്ലപോലെ ഹിന്ദി പറയും കേട്ടോ. പുള്ളിക്കാരൻ 7 വർഷമായിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്തതാണ്, താലിബിൽ ജോയിൻ ചെയ്തതാണ് കേട്ടോ. 7 വർഷമായിട്ട് പുള്ളിക്കാരൻ ഉണ്ട്. അതിന് മുന്നേ എന്താണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കാം. और क्या कहते हैं? कालांगूर. कालंगूर. इधर का सबसे फेमस खाना है. ഇതാണ് കാലങ്കൂർ, കറുത്ത മുന്തിരി കേട്ടോ. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. पूरा हो गया ना. വിശറ പറയാം. പുള്ളിക്കാരൻ പറയാം നമ്മളെ ഗസ്റ്റ് ആയതുകൊണ്ട് നിന്നെ ഒന്നും എടുപ്പിക്കില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഗ്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അതിനെ പോലും സമ്മതിച്ചില്ല കേട്ടോ. സലാം അലൈക്കും. ബഹുത് ധന്യവാദ്. അങ്ങനെ നമ്മളിവിടെ നിന്ന് പോവുകയാണ് ഫൈനലി. ഇവിടെ നിന്ന് കുറച്ച് ചിത്രമൊക്കെ എടുത്ത് നമ്മളിവിടെ നിന്ന് വിടുവാണ്. ഈ കാണുന്നതാണ് നമ്മുടെ പാലസ്. We are privileged to stay in a palace, right? Yes. Good office. In the roof from a palace. Yeah, in the roof in the palace. Yeah. എന്നാലും ഇതൊരു മ്യൂസിയം ആയിരുന്നു. No, Sai. If it was a museum, it was impossible. Now it was under Taliban. Now we can stay Yes, here. of course. I mean, but it can be a potential for being a museum because it's really big. Exactly. Yeah, it's നല്ല മ്യൂസിയം ആക്കാം കേട്ടോ. ഇത് നല്ല ഫ്രഷ് വെള്ളമാണ്. ഞാൻ രാവിലെ കുളിച്ചല്ലോ. ഈ ഒരു പാലസിൻ്റെ ഗാർഡനാണ് കേട്ടോ. അതായത് ഈ പാലസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, വളരെ ചരിത്രപരമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള പാലസാണ്. ഈ ഒരു പാലസിൻ്റെ പേര് തന്നെ പറയുന്നത്, അതായത് ഈ പാലസ് ഉണ്ടാക്കിയത് 1890 മുതൽ 1892 കാലത്താണ് കേട്ടോ ഈ പാലസ് ഉണ്ടാക്കിയത്. അന്ന് എമിർ അബ്ദുറഹ്മാൻ ഖാൻ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ ഒരു കിങ് ഉണ്ടായിരുന്ന ആ ഒരു സമയത്തായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 19ാം നൂറ്റാണ്ടിലെ ഒരു കിങ്ഡം ആയിരുന്നു കേട്ടോ ആ കാണുന്നത്. അപ്പോൾ ഇവരുടെ ഒരു റോയൽ റെസിഡൻറ്റ് റിട്രീറ്റ് ആയിട്ടാണ് ഇത് നിർമ്മിച്ചത്. റോയൽ റെസിഡൻറ്റ് ഇവരുടെ ഒരു റിട്രീറ്റ് സെൻ്റർ ആയിട്ടാണ് നിർമ്മിച്ചത്. നാമ എന്നാണ്, അതായത് ബ്യൂട്ടിഫുൾ ഗാർഡനുള്ള ഇവരുടെ ഒരു റോയൽ റെസിഡൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു മതിൽക്കുള്ളിൽ ഇത്രയും വലിയ ഗാർഡനൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അവർക്കൊരു പൂളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അഫ്ഗാനിസ്ഥാനുമായിട്ടൊക്കെ നല്ലൊരു ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനും നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയൊക്കെ ആയിട്ട് ഒരു നല്ല ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തുള്ള ഒരു റെസിഡൻ്റാണ്. ഇതാ പുറകിൽ മലകളുടെ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പാലസിൻ്റെ എൻട്രൻസ് ആണ്. കഴിഞ്ഞ ദിവസം രാത്രി വന്നുകൊണ്ട് ഒരു ഇരുട്ടുമായി വരുന്നു ഫുള്ളായിട്ട്. കറക്റ്റ് ഏതാണെന്നൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് താണ്ടെ കറക്റ്റ് മതിലും എല്ലാം നമുക്ക് നല്ലപോലെ കാണാൻ സാധിക്കുന്നത്. ഒരു താലിബാൻ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് വീട്ടിൻ്റെ അകത്തുനിന്ന്. ചിലപ്പം പുള്ളിക്കാരൻ നമ്മളെ വണ്ടി കയറ്റി വിടാൻ വേണ്ടി പറഞ്ഞായിരിക്കും. പിന്നെ നമുക്ക് ഈ ലിഫ്റ്റ് അടിക്കുന്നതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, ഉണ്ട് പെട്ടെന്ന് പോട്ടെ. ഇത് കണ്ടില്ലേ, ഇത് മതിൽ. ഇവിടെ ഒരു വില്ലേജ്, അത് സ്കൂളാണ്. ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ്. ഇവിടെ നമ്മുടെ താലിബ്രോ നമ്മുടെ ടാക്സിയിൽ കയറ്റി വിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് വേണ്ട ഇനി ഹിച്ചേക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും ഈ റോഡിൽ നിന്ന് പോകണം. എങ്ങനെ കൺവിൻസ് ചെയ്യുമെന്നാണ് അറിഞ്ഞൂടാത്ത. നമ്മുടെ താലിബ്രോ തന്നെ നമുക്ക് ലിഫ്റ്റ് അടിച്ച് കയറ്റി വിടുവാണ്. ഞാനിവിടെ കയറോട്ടെ. അങ്ങനെ നമ്മുടെ ഇവരുടെ ഒരു ട്രക്കിൽ ലിഫ്റ്റ് കിട്ടി. നമ്മൾ വാലികളൊക്കെ പാസ് ചെയ്ത് പോവുകയാണ്. കുറേ വാലികളുണ്ട് ഇവിടെ.
ഓ ഇവിടെ കൂളറൊക്കെ ഉണ്ടല്ലോ, തണുപ്പ് കിട്ടാൻ വേണ്ടി കൂളറൊക്കെ ഉണ്ട് വണ്ടിയിൽ. ഫുള്ള് മത്തനാണല്ലോ, മത്തന്റെ കടകളായി കാണുന്ന മുഴുവൻ. എന്ന ഇസ്മായിൽ പുള്ളിക്കാരെ എണീറ്റ് പോയി. എന്നിട്ട് ഇവരുടെ വേറൊരു ട്രക്കുണ്ട് പുറകില്, ആ ട്രക്കിലോട്ട് ചാടി കയറി കേട്ടോ, എനിക്കിരിക്കാൻ വേണ്ടി. ഇവിടെ നല്ല അവിടെ ട്രക്ക് നിർത്തിയപ്പോൾ വെള്ളം വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇതാ കടയിൽ കുറേ ഫുൾ എനർജി ഡ്രിങ്ക് ആണ് കേട്ടോ, എനർജി ഡ്രിങ്ക്, മുട്ടായികൾ, കടല, കുറേ. അസ്സലാമു അലൈക്കും സംഘേ ജൂടെ ഓക്കെ ഹെറാസി പോത്താ. അപ്പം ഞാനിത് എൻ്റെ അടുത്തൊന്നും പൈസ വാങ്ങുന്നില്ല കേട്ടോ, പുള്ളി പൈസ വാങ്ങുന്നില്ല എൻ്റെ അടുത്തൊന്ന്, മുഷ്കിലായിരുന്നു കേട്ടോ പുള്ളി. ഞാനിത് സംസാരിക്കുന്ന ഭാഷയായിട്ട്, ഞാനിവിടെ ഫോണിലാണ്, അപ്പം പുള്ളിക്കാരൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നില്ല. എന്നതാണ് നമ്മുടെ ഹസ്രത്ത് സുൽത്താൻ ബ്രിഡ്ജ്. ഇവിടുത്തെ വാലി ഫുള്ള് ഡ്രൈ ആയി കിടക്കും, അതാ ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളമൊന്നും ഇല്ലാതെ. 18 വയസ്സേ ഉള്ളൂ കേട്ടോ, 18 വയസ്സേ ഉള്ളൂ. കുഞ്ഞനിയനാണ് കേട്ടോ ചെറുക്കൻ, നമ്മൾ കുടിക്കാൻ പോലും ഇല്ല. ഞാൻ കൊടുത്ത സാധനമാണ് ഈ കാണുന്നത്, അവന് കൊടുത്തതാണ് കേട്ടോ. അവൻ ഒരു വിധത്തിൽ വാങ്ങുന്നില്ല, ആണ് അവൻ്റെ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ വാങ്ങൂല. ഞാൻ ഫോഴ്സ് ചെയ്ത് കൊടുത്തു, കാരണം ഇവർക്ക് അത് ഇഷ്ടമുണ്ട് കേട്ടോ, ഞാനങ്ങനെ കുടിക്കൂല. ഈവൻ ഉടനെ പോയി കടയിൽ പോയിട്ട് വീണ്ടും 3 എണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇതാ നമുക്കെന്ന് പറഞ്ഞു 3 ചിപ്സ് 3 സാധനം കേട്ടോ. 18 വയസ്സേ ഉള്ളൂ, കൊച്ചു പയ്യൻ. കടയിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഒരു 15 വയസ്സുള്ള പയ്യൻ. മലയാളത്തിൽ സംസാരിക്കുന്നുണ്ടപ്പോൾ അവൻ പറഞ്ഞു പൈസ വാങ്ങിച്ചില്ല. ഞാൻ പൈസ കൊടുത്തു, പൈസ ഏൽപ്പിച്ചിട്ട് വന്നു. അങ്ങനത്തെ മനസ്സിലായില്ലേ, ഇവർ വളർന്ന രീതിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവർക്ക് ആ കൾച്ചർ ബ്ലഡിലുള്ളത്. മറ്റൊരു അതിഥി എന്ന് പറയുമ്പോൾ, ഗസ്റ്റ് മെഹ്മാൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു നമ്മുടെ അടുത്ത ചെക്ക് പോയിന്റ് എന്താണ് കേട്ടോ, അവിടെ ഇവർ നമ്മളെ ചെക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. താലിബാന്റെ ചെക്കപ്പ് പോയിന്റ് ഒക്കെ വരുമ്പോൾ എന്തിനാ വെറുതെ പ്രശ്നമാക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ സായിയുടെ അടുത്ത് പറഞ്ഞു ഒന്ന് ഒതുങ്ങിയൊക്കെ ഇരിക്കണേന്ന്. എനിക്ക് തോന്നുന്നു ഒരു ഇതിൽ വന്നപ്പം പുള്ളിക്കാരൻ കണ്ടു, ഉടനെ നമ്മളെ വിസിലടിച്ച് നിർത്തിപ്പിച്ചു. വിസിലെടുത്ത് നിർപ്പിച്ചിട്ട് ഇപ്പം എൻ്റെ പാസ്പോർട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. നമ്മുടെ ട്രക്കിൽ നിന്ന് ഇറങ്ങുവാണ്, ഇനി അടുത്ത വണ്ടി പിടിക്കാം. ഓക്കെ ബ്രോ, മനാന ഓക്കെ. അങ്ങനെ നമ്മുടെ ഫുൽകുമരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട് ലിഫ്റ്റ് കിട്ടി. നമ്മളടുത്ത് ഈ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് പോവാ. At least we are more faster than before, you know. കുറച്ച് സ്പീഡ് ഉണ്ടെന്നേ ഉള്ളൂ. എന്തൊരു കട്ടർ റോഡിൽ കൂടെ അതിന്റെ ബോൾട്ട് വരെ ഊരി തെറിച്ചു. അവിടെ ചേട്ടൻ വണ്ടി നിർത്തിയിട്ട് അവിടെ മുത്രമൊഴിക്കാൻ എന്തോ പോയതാണ്, എന്തോ പോകുന്നു നടന്നു. പാസ്പോർട്ട് ഹിന്ദുസ്ഥാൻ സയാഹ. സലാമലൈക്കും. അങ്ങനെ നമ്മുടെ പാസ്പോർട്ട് അവർ ചെക്ക് ചെയ്തു, നോ പ്രോബ്ലം, കുഴപ്പമില്ല. എൻ്റെ അടുത്ത് വെച്ച് നിന്റെ വുമണാണെന്ന്. അപ്പം എനിക്ക് വുമണാണെന്ന് കള്ളം പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു യെസ് അവള് വുമണാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി എൻ്റെ ഭാര്യയെന്ന്. പക്ഷെ ഞാൻ കള്ളം പറഞ്ഞില്ല. ഇവിടെ കുട്ടികളൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുവാണ് കേട്ടോ. വെള്ളത്തിൽ ചാടുക കുട്ടികളൊക്കെ. അവിടെ തണുപ്പ് വെള്ളത്തിലെ ചൂടത്ത്. പൂളെ കുമരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. നല്ല വിശപ്പ് കേട്ടോ. എവിടെന്നെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്.
ആ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഒരു കുഞ്ഞ് ചെറിയ ഹോട്ടല്. ഇവിടെ പുഴയൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ്. സലാമലൈക്കും. സംഗേ ഇവിടെ ഫുഡ് we can go here. ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കുവാണ്, എന്തൊക്കെ ആഹാരം എന്ന് പറഞ്ഞോടാ. സലാമലൈക്കും. ഒരു കുഞ്ഞ് അഫ്ഗാൻ റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഇവിടെ ആണുങ്ങൾ മാത്രമേ വരുള്ളൂ, സ്ത്രീകളൊന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മറയും ഇതൊന്നുമില്ല. നമ്മളെന്തായാലും പുള്ളിക്കാരനാണ് കേട്ടോ, നമുക്ക് ഹിന്ദി അറിയാം. बहुत धन्यवाद बहुत. आप कर रहे हैं? नहीं दो काम मेरे को बता मैं इधर ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ എന്തൊക്കെയാ ഉള്ളത് നമുക്ക് തരാം. കാരണം ചോറെല്ലാം കഴിഞ്ഞു കേട്ടോ, ഫുഡെല്ലാം കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ ചൈനീസ് ഫ്ലാഗ്, കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗ്. ആഹാ, കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗ്. ഇവിടെ മക്കയും കൗബയും ഹറം. സലാമലൈക്കും. നമ്മുടെ ഫുഡ് ഇവിടെ വന്നു. ഓക്ര ബാക്കി ഉണ്ടായിരുന്നത് ചരുവൊക്കെ വരിച്ചു തന്നു. പിന്നെ നമ്മുടെ ഫൂല്, ബ്രെഡ്, ഇത് ഭക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. നല്ല വിശപ്പുള്ള ബ്രെഡ്, ഫൂല്, ഓക്ര. നല്ല ഫ്രഷ് ദഹി കേട്ടോ, ഫ്രഷ് ദഹി. അടിപൊളി സാധനം. How's it say? For Mexico, it's normal only eat beans, you know, with tortillas. ഒരു സംഭവം ഉണ്ട്. സായി പോവാണ്. സായി ഞാൻ സോളോ എക്സ്പെഡീഷൻ ഉണ്ട്. സായി, Adios. enjoy your solo expedition, okay? I have a solo expedition before than you. I mean, of course, in Afghanistan. Bye bye. Okay. Okay. Oh, masjid. Okay. Enjoy. Wow. അങ്ങനെ സായി പോയി, ഞാൻ ഒറ്റയ്ക്കായി. സായിയെ ടാക്സി കയറ്റി വിട്ടു. അഫ്ഗാനിസ്ഥാനിൽ ഒറ്റയ്ക്ക് സായി ട്രാവൽ ചെയ്യാൻ വേണ്ടി പോവാ. ഒരു കൂട്ടം കുട്ടികൾ വെള്ളത്തിൽ ചാടുവാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ? എൻ്റെ അമ്മോ, ഇത് അടിപൊളി കേട്ടോ. തണുപ്പത്ത് നല്ല വലിയ നദിയാണ്. ഫൂലെകുമരിയിലെ ഒരു ചെറിയൊരു നദിയാണ്. ഓ, ഇവിടെ എല്ലാരും ഓരോരുത്തരായിട്ട് ചാടുവാണ്. ഓക്കെ, ഇന്ത്യ. ഓ, ഓക്കെ. സലാം അലൈക്കും. യു ജംപ് ഷുറാത്തി. ഒരു തവളച്ചാട്ടം ചാടുന്ന പോലെയാണല്ലോ ചാടുന്നത് എല്ലാരും. രോഹിത് ശർമ്മ. യെസ്, രോഹിത് ശർമ്മ ഇന്ത്യൻ ഗുഡ് ബാറ്റർ. ആ, രോഹിത് ശർമ്മേനെയൊക്കെ അറിയാം കേട്ടോ പുള്ളിക്കാരനെ. രോഹിത് ശർമ്മയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ആക്ച്വലി ബഗ്ലാൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ സായിയെ കൊണ്ടുപോകാനായിട്ട് പറ്റൂല എനിക്ക്. ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളടുത്ത് പോവുകയാണ്. അതുകൊണ്ട് മാത്രമാണ് സായിയെ ഞാൻ കാബൂൾ ഭാഗത്തോട്ട് കയറ്റി വിട്ടത്. ഞാനിനി എന്തായാലും ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. നല്ല വെയിൽ, ചൂട്, കരിക്കട്ടായ കേട്ടോ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ. സലാം അലൈക്കും. ഒരു ബൈക്ക് നിർത്തി നോക്കട്ടെ. സലാം അലൈക്കും. യു ഗോയിങ് ദിസ് വേ? യു ഗോയിങ് ദിസ് വേ? Yes. Okay. Okay. Where are you from? India. MashaAllah. കേട്ടോ, ആ പുള്ളി ചേട്ടൻ എന്നെ ഇവിടം വരെ കൊണ്ടാക്കി ഒരു കടയിൽ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ആ ബൈക്ക് ഓടിച്ച ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പം പുള്ളി പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് വന്ന് എന്നെ പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ കാബൂളിലായിരുന്നു പോകേണ്ടിരുന്നത്, പക്ഷെ അവരിവിടെ എവിടെയോ വന്നു. അപ്പം അവരുടെ കൂടെ ഇവിടെ നിന്ന് ജോയിൻ ചെയ്യാണ്. ഞാൻ സായിനെ ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്റർ ഇവിടുത്തെ ഒരു ഡോക്ടറാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പം ഞാൻ അവിടെ സ്റ്റേ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം സായി അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് ദിവസം ഞാൻ സ്പെൻഡ് ചെയ്യും. അത്രയും ദിവസം സായിയെ കുറച്ച് ഞാൻ ആൾക്കാരെയൊക്കെ കണക്ട് ചെയ്ത് അവിടെയൊക്കെ സ്റ്റേ ചെയ്യും. എന്നിട്ട് ഞാൻ സായുമായിട്ട് കണ്ടുമുട്ടും. പിന്നെ വീണ്ടും നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യും. അതാണ് പ്ലാൻ.
कैसा है? आप अच्छा से हिंदी बोल रहा है, उर्दू आता है मुझको। कैसा आता है? मैं सऊदी में याद किया। हाँ सऊदी में। 4 तो साल आपको केरला पता है? केरला नहीं आता। नहीं केरला लोग को पता है, बस सऊदी में मेरा बहुत दोस्त- केरला लोग है ना, मलबारी दोस्त था मेरा इंडिया का लोग है, केरला का है, केरला का, उधर काम कर रहा था। साउथ इंडिया। हाँ यूपी का था। यूपी क्या था? हाँ उधर दूसरा आदमी भी है साउथ इंडिया का, मैं उधर से आप यूट्यूबर है? यूट्यूबर है. यूट्यूब में डालता है? हाँ. नहीं, मुझे नहीं। അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഇതോ അവിടെ നിന്ന് വരുവാണ് കേട്ടോ, വണ്ടി വളയ്ക്കുവാണ് ഇതോ അവിടെ നിന്ന്. അവര് വഴി തെറ്റി എന്നെ വിളിക്കാനായിട്ട് അങ്ങാറ്റം വരെ പോയി കേട്ടോ. Long time. How are you? Good, good. Thank you so much. Welcome back to Afghanistan. Thank you. Long time. Very long time, man. Very happy to see you, man, again. Long time. How are you? Good. Are you good? Very good. Assalamu alaikum. How are you, brother? Good. How are you? Fine. Good, good, good. That's good, bro. ലോങ് ടൈം കാണുന്നതാണ് നമ്മുടെ ഒരു സോവിയറ്റ് ഗണ്ണാണ് കേട്ടോ. സോവിയറ്റുകാർ അഫ്ഗാനിസ്ഥാനിൽ വന്നപ്പോൾ കളഞ്ഞിട്ട് പോയത്, അതായത് ഇവർ വന്നപ്പം ഇവർ മരിച്ചു വീണ സോൾജേഴ്സിൻ്റെ എന്നൊക്കെ എടുത്തതാണ് കേട്ടോ. ഇത് ഭയങ്കര റയറായിട്ടുള്ള ഒരു ഗണ്ണാണ് കേട്ടോ, ഭയങ്കര റയറായിട്ടുള്ളൊരു ഗണ്ണാണ്. ഈ ഒരു തോക്കിന് 10 ലക്ഷം രൂപ ഇന്ത്യൻ രൂപ അടുപ്പിച്ച് വരും. ഇപ്പം നമ്മൾ പോയിട്ട് ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, വില പറഞ്ഞ് വാങ്ങിച്ചതാണ്. റയർ സാധനമാണ് ഈ സാധനം. ഇത് ഇവിടെ നിന്ന് ക്ലിപ്പ് എടുത്താൽ ഇതിങ്ങനെ ഫുൾ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സാധനം വീട്ടിൽ വന്നു. എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് കേട്ടോ. അവരും അവരുടെ കുടുംബങ്ങളും വേറെ കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. നമ്മൾ തോക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഒരു സ്ഥലത്ത്. മാത്രമല്ല എൻ്റെ വേറൊരു സുഹൃത്തിൻ്റെ, ഇവരുടെ നമ്മുടെ കോളേജിലുണ്ടായിരുന്ന എൻ്റെ വേറൊരു സുഹൃത്തിൻ്റെ വില്ലേജാണ് കേട്ടോ. ആ വില്ലേജിലുള്ള മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നോക്കിക്കേ. ആ കാണുന്നത് പഴയ കാലത്ത് എന്തൊക്കെയോ ബിൽഡിംഗ് ആണ് കേട്ടോ. ആ ഒരു ഭാഗത്തായിട്ട് ഈ ഫുള്ള് ഫാമിങ്ങാണ്. അതാ ഫുള്ള് ഇവിടെ മനോഹരമായിട്ടുള്ള ഫാമിംഗ് ആണ്. കാണുന്നതാണ് ഇവിടുത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് റൈസ് എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടുത്തെ കാബുലി പുലാവൊക്കെ ഉണ്ടാക്കുന്ന എന്തോ റൈസിൻ്റെ കൃഷിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഏതോ ഒരു കുഞ്ഞു വില്ലേജിലാണ് കേട്ടോ. നമ്മൾ എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സഹോദരൻ മരിച്ചു, അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. നാളെ ഇവിടുത്തെ കുറേ ആൾക്കാർ ഇന്ന് വോളിബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഓൾറെഡി നമ്മളിവിടെ വന്നപ്പം തന്നെ ഓരോ ആൾക്കാരിങ്ങനെ നോക്കുവാണ് കേട്ടോ. ഒരു പുഴയിലോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു വില്ലേജാണ് ഇവിടുത്തെ. നമ്മുടെ സൂര്യൻ ഓൾമോസ്റ്റ് അസ്തമിക്കാറായി. അവിടെ എല്ലാം എന്താ കുട്ടികളൊക്കെ നിന്ന് കളിക്കുകയാണ് കേട്ടോ വെള്ളത്തിൽ. നമ്മൾ മാറ്റ് വീഴ്ച ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അവിടെ കുറച്ച് പേര് ഇന്ന് ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ റൈസും കാര്യങ്ങളും. ഇത് നമ്മുടെ മന്തു എന്നാണ് കേട്ടോ പറയുന്നത്. അഫ്ഗാനിലെ മോമോയാണ് ഈ സാധനം. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഇതൊക്കെയാണ്. ഇവിടെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ ഫീൽഡ് ചെയ്ത് കാണിച്ചില്ലേ, ആ ഒരു റൈസാണ് കേട്ടോ. പിന്നെ വീണ്ടും എന്തോ ചിക്കന്, ഇവിടെ ഡെസേർട്ട് കാര്യങ്ങൾ കുറേ ഉണ്ട്. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഞാൻ ആൾക്കാരെ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. ഇവിടുത്തെ കുറേ ആൾക്കാരുണ്ട്, അവരെയൊന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ സുഹൃത്തുക്കളെയൊന്നും അങ്ങനെ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ സാധിക്കില്ല. അവരുടേതായിട്ടുള്ള അവർ ഇവിടെ ഉള്ള ഗവൺമെൻറ് ലെവലിലുള്ള ആളുകളൊക്കെ ആയതുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോ എടുക്കാത്തത്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഇനി നമ്മൾ മുകളിൽ കിടക്കാൻ വേണ്ടി പോവാണ്. കിടക്കാൻ വേണ്ടി വന്നപ്പോഴും ഇതാ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ എല്ലാവരും ഉണ്ട്. ഇവിടെയും ഫ്രൂട്ട്സ്, കുറേ ഡ്രൈ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിരിക്കുക രാത്രി കിടക്കുന്നതിന് മുന്നേ. ഇവിടെയാണ് കേട്ടോ ഞാൻ കിടക്കുന്നത്. ഇവിടെ കുറേ പേര് ഇവിടെ കിടപ്പുണ്ട്.